വേറൊരു കാര്യം കൂടി, ഈ ഇമാമിന്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാം ലഭിക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ്. ജമാഅത്ത് നിസ്കാരത്തിന് 27 ഇരട്ടി കൂലിയാണ്. ഈ 27 ഇരട്ടി കൂലി കിട്ടണമെങ്കിൽ കുറേ കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ മുമ്പേ പറയാനുണ്ട്. പക്ഷെ അതില് ഈ ഇമാമിന്റെ കൂടെ തന്നെ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുക. ഇമാമ് തക്ബീർ ചൊല്ലുമ്പോൾ നമ്മൾ അവിടെ ഉണ്ട്, ഇമാം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിക്കഴിഞ്ഞ ഉടനെ നമ്മൾ അല്ല ഇമാമിന്റെ കൂടെ ചെല്ലലല്ല കേട്ടോ, അത് വേറെ നിസ്കാരം മാത്രമേ. അപ്പൊ ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിക്കഴിഞ്ഞ ഉടനെ തന്നെ തക്ബീർ ചൊല്ലാൻ കഴിയുക, അതൊരു വലിയ ഭാഗ്യം, വലിയ പ്രതിഫലമുള്ള അമലാണ്. അത് നമ്മുടെ സുന്നത്ത് നിസ്കരിക്കുന്ന ആളുകൾ പള്ളിയിലേക്ക് കയറിയാല് സുന്നത്ത് നിസ്കരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ആലോചിക്കണം. എന്ന് പറഞ്ഞാൽ ക്ലോക്ക് ഇപ്പൊ ഉള്ളതുകൊണ്ട് അവിടെ ഇപ്പൊ 5:40 ഇക്കാമെന്നെങ്കിൽ 5:34 30 സെക്കൻഡും ആയിട്ടുണ്ടെങ്കിൽ പോയി കയ്യട്ടല് നിൽക്കണ്ട, അത് റാഹത്താണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കരിച്ചോ സുന്നത്ത്. എന്നാൽ അതിനേക്കാളും മഹത്വമുണ്ട് ഈ ഇമാമിന്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാം ലഭിക്കാറില്ല. ഇയാളെ സുന്നത്ത് നിസ്കാരം കഴിയുമ്പോൾക്ക് ഇമാമ് ഫാത്തിഹ ഒരു സൂറത്ത് പിന്നെ പഠിക്കാൻ നിൽക്കരുത്, സുന്നത്ത് നിസ്കാരം പിന്നെ ആദ്യം ഇമാമിന്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാം ലഭിക്കുക എന്നത് വലിയ പ്രതിഫലമുള്ള അമലാണ്. അല്ലാഹു തആല പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുവേ, നമ്മൾ പറഞ്ഞതും കേട്ടതൊക്കെ സ്വാലിഹായ അമലായി സ്വീകരിക്കണം റഹ്മാനേ.